ഒരു പക്ഷപാതക്കാരനെ വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയും. പക്ഷപാതക്കാരനും 4 സുഹൃത്തുക്കളും കൂടി യേശു കർത്താവ് ഇരുന്ന ഭവനത്തിൻ്റെ മച്ചു പൊളിച്ച് അവർ താഴെ അവനെ ഇറക്കി. വിശുദ്ധമായി നമുക്ക് വായിക്കുമ്പോൾ അത് കാണാൻ കഴിയുന്നു. യേശു ഇരിക്കുന്നിടത്തേക്ക് അവനെ ഇറക്കി. യേശുവിൻ്റെ മുൻപാകെ ആ പക്ഷപാതക്കാരനെ അവർ ഇറക്കി. മച്ചു പൊളിച്ച് ഇറക്കിയ പക്ഷപാതക്കാരനെ കണ്ടിട്ടല്ല, മച്ചു പൊളിച്ചിറങ്ങാൻ കൂടെ നിന്ന സുഹൃത്തുക്കളെ, അവരുടെ വിശ്വാസത്തെ കണ്ട് അത് വലുതെന്ന് പറഞ്ഞ് യേശു പാപം മോചിച്ചു. യേശു ആ തളർച്ച, ആ തളർന്നു കിടക്കുന്നവനെ, ആ പക്ഷപാതക്കാരനെ, ആരാലും മറ്റുള്ളവരാൽ മാത്രം ജീവിക്കുവാനും നടക്കുവാനും സാഹചര്യങ്ങളെ കാണുവാനും കഴിയുന്നവനെ യേശു എന്തുകൊണ്ടാണ് അടുത്ത പദത്തിൽ നിന്റെ പാപത്തെ ഞാൻ മോചിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത്? പലപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ ആത്മീക ഭൗതിക നന്മകളെ തളർത്തിക്കളയുന്നത് പാപമാണ്. കുറ്റബോധം, അനുതാപം, ഇത് രണ്ടും ഒരു ജീവിതത്തിൽ വളരെ അത്യാവശ്യമാണ്. അനുതാപം ദൈവത്തിൽ നിന്നുള്ളതാണ്. പാപി അനുതപിച്ച കള്ളനെ യേശു കർത്താവ് രക്ഷിച്ചു. അനുതപിച്ച കരഞ്ഞ പത്രോസിനെ ദൈവം വിടുവിച്ചു. അങ്ങനെയാണെങ്കിൽ കുറ്റബോധത്തോടെ ജീവിച്ച യൂദ കെട്ടി തൂങ്ങിച്ചത്തു. കുറ്റബോധമല്ല ദൈവിക പ്രവർത്തനങ്ങൾക്ക് വഴി തുറക്കുന്നത്. ആ പക്ഷപാതക്കാരുടെ ലൈഫിൽ കുറ്റബോധമല്ല, അനുതാപമായിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഏതൊക്കെയോ പ്രശ്നങ്ങളിൽ, പാപത്തിൽ തളർന്നു കിടക്കുകയാണ് നിങ്ങൾ. മുന്നോട്ട് പോകാൻ കഴിയാതെ വണ്ണം ആ പാപം നിങ്ങളെ കുറ്റബോധത്താൽ ജീവിപ്പിക്കുകയാണോ? ആത്മാവിൽ ഞാൻ പ്രവചിക്കുകയാണ്, ചില തളർച്ചകളെ മാറ്റുന്ന ദൈവത്തിന്റെ സന്നിധിയിലേക്ക് മച്ചു പൊളിച്ച് ഇറങ്ങുക. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ എന്താണോ വൈകിക്കുന്നത്, എന്താണോ തളർന്നു കിടക്കുന്ന ഭാവി ആയിരിക്കാം, പക്ഷവാതം പോലെ പാരലൈസ് ആയി കിടക്കുന്ന ലൈഫായിരിക്കാം, ബ്ലെസ്സിങ്സ് ആയിരിക്കാം, ഫിനാൻസ് ആയിരിക്കാം, രോഗമായിരിക്കാം, അവന്റെ സന്നിധിയിൽ മറുപടിയുണ്ട്. വിശ്വാസത്തോടെ മച്ചു പൊളിച്ച് ഇറക്കുക. ദൈവമായ കർത്താവ് നിന്നെ എഴുന്നേൽപ്പിച്ച് കിടക്ക എടുത്ത് നടക്കുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. പാപത്താലുള്ള തകർച്ചകൾ, തളർച്ചകൾ അനുതാപത്തോടെ അതിനെ മായ്ക്കുവാൻ കർത്താവിന്റെ സന്നിധിയിൽ വളരെ അധികം സാധ്യതയുണ്ട്. ലംഘനം മറച്ചു വെക്കുന്നവന് ശുഭം വരികിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. ആരോടും കപടം പറയാതെ, ആരോടും കള്ളത്തരം കാണിക്കാതെ ജീവിക്കുക. തളർവാദത്തിന്റെ സ്പിരിറ്റുകളെ ക്യാൻസൽ ചെയ്യുക. പക്ഷവാദത്തെ പുറത്താക്കാൻ കഴിയുന്ന ദൈവസന്നിധിയിലേക്ക് മച്ചുപൊളിച്ച് ഇറങ്ങുക. വിശ്വാസത്തോടെ മുന്നേറുക. ദൈവമായ കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.